മട്ടന്നൂർ ഷുഹൈബ് വധക്കേസിൽ പ്രതിഭാഗം അഭിഭാഷകർക്കെതിരെ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയുടെ രൂക്ഷ വിമർശനം. സാക്ഷികളുടെ ക്രോസ് വിസ്താരം നടത്താൻ തയ്യാറാകാത്തത് വിചാരണ നീട്ടാനുള്ള മനഃപൂർവ്വ ശ്രമമാണെന്ന് കോടതി പറഞ്ഞു. പ്രതികളും അഭിഭാഷകരും ചേർന്ന് നടത്തുന്ന വൈകിപ്പിക്കൽ ശ്രമങ്ങൾ അനുവദിക്കാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കി. കേസിൽ വിചാരണ ഇന്നും തുടരും. സി കെ വിജയനുണ്ട് വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. സി കെ വിജയൻ, ഗുഡ് മോർണിംഗ്. കോടതി എന്തെല്ലാമാണ് പറഞ്ഞത്? തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി 3-ൽ, അതായത് ഷുഹൈബിന്റെ വിചാരണ നടക്കുന്ന ഈ കോടതിയിൽ അസാധാരണമായ സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പരിസമാപ്തിയാണ് ഇന്നലെ ഉണ്ടായത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 17 പ്രതികളുടെയും വിചാരണ നടക്കുന്നതിനിടെ ജാമ്യം റദ്ദാക്കി. അസാധാരണമായ സംഭവമായാണ് ഇതിനെ നിയമവൃത്തങ്ങളെല്ലാം തന്നെ കാണുന്നത്. എന്താണ് ആ കാര്യത്തിലേക്ക് നയിച്ചത് എന്ന് ചോദിച്ചാൽ അത് വളരെ വിചിത്രമായ ചില കാര്യങ്ങളാണ്. ഈ കോടതി ഉത്തരവിൽ പറയുന്നത്, അതായത് ഈ 17 പ്രതികളുടെയും ജാമ്യം റദ്ദാക്കിക്കൊണ്ട് കോടതി പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നത് അങ്ങേയറ്റത്തെ ഗൗരവമുള്ള ചില വിഷയങ്ങളാണ്. അതായത് പ്രതിഭാഗം അഭിഭാഷകരും പ്രതികളും കൂട്ടുചേർന്ന് ഈ കേസിൻ്റെ വിചാരണ അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു. അതിന് ഈ പ്രതികളും പ്രതിഭാഗത്തിൻ്റെ അഭിഭാഷകരും ചേർന്ന് ഒത്തുകളിക്കുന്നു എന്നതുൾപ്പെടെയുള്ള രൂക്ഷമായ പരാമർശങ്ങളുണ്ട്. മാത്രമല്ല, സാങ്കേതികമായ കാരണങ്ങൾ കുരുക്കി ഈ കേസ് അനന്തമായി വിചാരണ നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. 2018 ഫെബ്രുവരി 12-നുണ്ടായ ഈ കൊലപാതകത്തിൻ്റെ വിചാരണ ഇത്രയും വൈകാൻ കാരണം ഇതുപോലെ സമാനമായ ഒട്ടേറെ സാങ്കേതികത്വത്തിൽ കുടുങ്ങിയാണ്. അതുകൊണ്ടാണ് ഏറ്റവും പെട്ടെന്ന് തന്നെ അൺഇൻറ്ററപ്റ്റഡായി തുടർച്ചയായി തന്നെ വിചാരണ നടത്തി ഈ കേസിൽ തീർപ്പ് കൽപ്പിക്കണമെന്ന് കോടതി തീരുമാനിച്ചതും അതിൻ്റെ നടപടികൾ തുടങ്ങിയതും. എന്നാൽ കോടതിക്കകത്ത് പ്രതിഭാഗം അഭിഭാഷകർ ഇതിന് സഹകരിക്കാത്ത ഒരു സാഹചര്യമാണ് കോടതിയിൽ കണ്ടത്. അതിൻ്റെ ഭാഗമായാണ് ഈ പ്രതികളുടെ ജാമ്യം റദ്ദാക്കൽ ഉൾപ്പെടെ നടന്നത്. അതിലേറ്റവും ചുരുക്കി പറഞ്ഞാൽ ഈ കോടതി മാറ്റണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഭാഗം അഭിഭാഷകർ ഈ മറ്റൊരു കോടതിയെ സമീപിക്കുന്നു. ഈ കോടതിക്കകത്ത് വിചാരണ നടത്താൻ സാധിക്കില്ല എന്നാണ് അവരുടെ വാദം. രണ്ടാമത്തേത്, ഈ കോടതി വിചാരണ വേളയിൽ, അതായത് ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ 137, അതായത് പ്രതികൾ പറയുന്നത് അതുപോലെ തന്നെ രേഖപ്പെടുത്തണം എന്ന വ്യവസ്ഥ പാലിക്കുന്നില്ല. അതുകൊണ്ട് അത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ ഒരു ഹർജിയുണ്ട്. ആ ഹർജി തീർപ്പാക്കുന്നതുവരെ വിചാരണ നിർത്തിവെക്കണം. ഇങ്ങനെ വളരെ സാങ്കേതികമായ ചില കാരണങ്ങൾ പറഞ്ഞ്, പ്രത്യക്ഷത്തിൽ തന്നെ നിസ്സാരമെന്ന് തോന്നാവുന്ന കാരണങ്ങൾ പറഞ്ഞ് ഈ കേസ് വിചാരണ തടയാൻ വേണ്ടി അല്ലെങ്കിൽ നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിനെതിരെയാണ് ജഡ്ജി റൂബി കെ ജോസിൻ്റെ വിധി ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. ശരി, സി കെ വിജയനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതി നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇത് മനഃപൂർവ്വ ശ്രമം, വൈകിപ്പിക്കാനുള്ള ശ്രമമാണെന്നാണ് കോടതി പറയുന്നത്. മട്ടന്നൂർ ഷുഹൈബ് വധക്കേസുമായി ബന്ധപ്പെട്ടാണ് വിവരങ്ങൾ.